എല്ലാവർക്കും Ashbicreationsലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിൽക്ക് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളറിലെ സിൽക്ക് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സരി ത്രെഡ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ത്രെഡാണിത്. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക, ഇച്ചിരി പ്രയാസമാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ത്രെഡൊക്കെ ഞാനിവിടെ സ്ട്രാൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ടറ്റവും കൂട്ടി കെട്ടിയതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ടൊന്ന് വലിച്ചൊക്കെ കൊടുക്കണം. വലിച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇത് കണ്ടോ, ത്രെഡ് ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ കാണിച്ച പോലെ നമ്മൾ ത്രെഡൊന്ന് വലിച്ചൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ത്രെഡ് നല്ല നീറ്റായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് വന്നിരിക്കും കേട്ടോ. നോർമൽ നീഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഡിസൈൻ എന്ന് പറയാനൊന്നും പറ്റില്ല. ഡിസൈനൊന്നുമില്ല. നമുക്ക് കുറച്ച് ആ നെക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പോയിൻ്റൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഒരു നമുക്കൊരളവ് അത്രയേ ഉള്ളൂ. ഇതുപോലെ ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിസൈൻ ആണെങ്കിൽ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതേ ത്രെഡ് മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് ലോങ് ഫ്രഞ്ച് നോട്ട് എന്നാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം നീഡിലൊന്ന് ചുറ്റിയിട്ട് ഇതുപോലെ എടുക്കുക. നമ്മൾ ലീഫൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ ആണിത് ചെയ്യുന്നത്. രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യമേ ചുറ്റാവൂ. 2 പ്രാവശ്യം ചുറ്റി കഴിയുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് പൊങ്ങിയിരിക്കണ പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതുകൊണ്ടൊരു പ്രാവശ്യം ചുറ്റിയാൽ മതി. ലോങ് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2 സൈഡിലായിട്ട് നമുക്ക് ഒരു ലീഫ് പോലെ നമുക്ക് ചെയ്തു വരാം കേട്ടോ. ഇതാ കണ്ടോ, കുറച്ച് കട്ടിയുണ്ട് നമുക്ക്. കാരണം ഈ ത്രെഡ് നമുക്ക് അടിയിലേക്ക് വലിക്കാൻ കുറച്ച് പ്രയാസം വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിലൊന്നും കുടുങ്ങിപ്പോവും. ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡിസൈനാണിത് കേട്ടോ. നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഞാനിത് അംബ്രല്ല കട്ടിങ് ടോപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യോക്കിൻ്റെ ഭാഗത്തായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കൈ ഞാൻ ഫുൾ സ്ലീവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കയ്യിൽ ഞാൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊരു സ്റ്റെം പോലെ ചെയ്ത് കൊടുക്കണം. കണ്ട ആ ഒരു ഫ്ലവർ, ഒരു ലീഫ് നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ഇടയിലേക്കിട്ട് ഒരു സ്റ്റെം പോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഡിസൈൻ. വളരെ സിമ്പിൾ ഡിസൈനാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഔട്ട്ലുക്ക് വരുന്നത്. ഒരു വീനക്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലേക്കുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.